സമരമല്ലാതെ മറ്റു വഴികളില്ലാത്തതിനാലാണ് മുണ്ടക്കൈ ചൂരമല ദുരന്തബാധിതർ പ്രതിഷേധത്തിനൊരുങ്ങുന്നതെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. 10 സെന്റ് ഭൂമിയിൽ തന്നെ വീട് നിർമ്മിക്കണം. പ്രദേശത്തുള്ളവരുടെ ലോണുകൾ എഴുതിത്തള്ളാൻ നടപടി ഉണ്ടായില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നസീർ ആലക്കൽ 24 പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രതികരിക്കാൻ ഒരു സമരത്തിനുള്ള മനസ്സുള്ള ആളുകളല്ല. ഞങ്ങൾ ഒന്നുമല്ലാതായി ഇറങ്ങി എണീച്ചപ്പോഴത്തേക്ക് ഒന്നും അല്ലാതായ ആൾക്കാരാണ്. പക്ഷേ ഇനി ഞങ്ങൾ സമരം ചെയ്തേ തീരൂ എന്ന് ആണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു തോന്നൽ. അല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല. അപ്പം ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം തരുള്ളൂ. വീട് എത്ര സ്ക്വയർ ഫീറ്റ് തരുമെന്ന് മുമ്പ് പറഞ്ഞതിൽ നിന്നെല്ലാം പിന്നോട്ട് പോവാണ്. ഞങ്ങൾക്ക് പുതിയതായിട്ട് ഒരാവശ്യമില്ല. സർക്കാർ ഞങ്ങളോടും ലോകത്തോടും പറഞ്ഞ ആവശ്യങ്ങൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് അവർ പറഞ്ഞത് നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ 5 സെൻറ്റ് എന്നുള്ളത് 10 സെൻറ്റ് ആക്കുക. സർക്കാർ പറഞ്ഞതാ, മുഖ്യമന്ത്രി പറഞ്ഞതാ, ചീഫ് സെക്രട്ടറി പറഞ്ഞതാണ്. ദുരന്തബാധിതർ ഉയർത്തുന്ന ആവശ്യം വിഷയം ന്യായമുള്ളതെന്നും വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ 24 പ്രതികരിച്ചു. ചൂരൽമല മുണ്ടക്കൈ ദുരിതത്തിൽപ്പെട്ട ആളുകളുടെ അവരുന്നയിക്കുന്ന ആവശ്യം വളരെ ന്യായമായ ആവശ്യം തന്നെയാണ്. മിനിമം ഒരു 10 സെൻറ്റ് ഭൂമി അവർക്ക് കൊടുക്കണം. കുടിയിറക്കപ്പെടുന്ന തൊഴിലാളികൾ അവിടെ ഉണ്ട് ആ എസ്റ്റേറ്റിൽ നിന്ന്. അവർ പ്രശ്നവും പരിഹരിക്കണം. അവരങ്ങോട്ട് ഇറങ്ങിപ്പോവർ അവർക്കും വീട് സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും കൂട്ടത്തിൽ. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ഒരു മനുഷ്യജീവിതത്തിൽ ഉണ്ടാകാൻ കഴിയുന്ന വേദനയുടെ പരമാവധികൾ കണ്ടവർ, ഒരുപാട് അനാഥത്വങ്ങൾ കണ്ടവർ, അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെയും ഭാര്യമാരുടെയും ഒക്കെ മൃതശരീരങ്ങൾ കാണേണ്ടി വന്നവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, അവർ അവരുടെ ആവശ്യങ്ങൾക്കായി സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. സുർജിത്ത്. ഹാഷ്മി, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ 2 ആക്ഷൻ കമ്മിറ്റികൾ ഇവിടെ നിലവിലുണ്ട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടി 2 ആക്ഷൻ കമ്മിറ്റികൾ. ഒന്ന് 10, 11, 12 വാർഡ് തല ജനകീയ സമിതി, അതോടൊപ്പം തന്നെ മറ്റൊരു സമിതിയാണ് ജനശബ്ദം. ഈ 2 സംഘടനകളും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ജനശബ്ദത്തിൻ്റെ സമരമാണ് നടക്കുന്നത്. നാളെ ദുരന്തഭൂമിയിൽ കുടിൽ കെട്ടിയുള്ള സമരം നടത്തുമെന്നാണ് ജനശബ്ദം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ആക്ഷൻ കമ്മിറ്റി മറ്റന്നാൾ രാവിലെ മുതൽ ഈ ഉപവാസ സമരം കളക്ട്രേറ്റിന് മുന്നിൽ നടത്തും എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. 2 സംഘടനകളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എലക്ഷൻ എസ്റ്റേറ്റിൽ 10 സെൻറ്റ് ഭൂമിയിൽ തന്നെ പുനരധിവാസം നടപ്പാക്കണമെന്നുള്ള ആവശ്യമാണ്. അത് 5 സെൻറ്റ് എന്നുള്ള ഉപാധി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. ആ പ്രഖ്യാപനം പാലിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല CMDRF-ലേക്ക് എത്തിയ തുക കൃത്യമായ രീതിയിൽ തന്നെ ചൂരൽമല മുണ്ടക്കൈക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നു. ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക്, അതായത് ഒരാൾ മാത്രം ശേഷിക്കുന്ന കുടുംബങ്ങൾ 17 പേരുണ്ട്. ആ 17 പേർക്കും ജോലി നൽകണം. ഒരാൾക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ ജോലി നൽകിയിട്ടുള്ളത്. സർക്കാർ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ ബാക്കിയുള്ള 16 പേർക്കും ജോലി നൽകണമെന്നുള്ള ആവശ്യം കൂടി സംഘടന മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രദേശത്തുള്ളവരുടെ ലോണുകൾ എഴുതിത്തള്ളുന്ന നടപടി അത് എങ്ങും എത്തിയിട്ടില്ല. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ തേടുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദുരന്തബാധിതർ പ്രത്യക്ഷ പ്രക്ഷോഭം എന്നുള്ള തരത്തിലേക്ക് പോകുന്നത്. ഇതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ND അപ്പച്ചൻ തന്നെ, DCC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സമര മുഖത്തേക്ക് ദുരന്തബാധിതർ നേരിട്ടിറങ്ങുന്നു. അതേസമയം റവന്യൂ മന്ത്രി അല്പസമയം മുമ്പ് സംസാരിച്ചത് ദുരന്തബാധിതരെ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ളത് ആവർത്തിക്കുകയാണ് റവന്യൂ മന്ത്രി. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ അന്തിമ ലിസ്റ്റ് എപ്പോഴും ആയിട്ടില്ല. ഏതെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതിൽ പരിശോധനാ വിധേയമാക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ റവന്യൂ മന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അവരെ അധികം നമ്മൾ ആശാ വർക്കർമാരുടെ സമരം കാണുന്നത് പോലെ ദീർഘനാൾ അത്തരത്തിലുള്ള സമരത്തിലേക്കൊന്നും ആ പാവങ്ങളെ വലിച്ചിഴക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റവന്യൂ മന്ത്രി K. രാജൻ കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും അവരുടെ ആശങ്ക പരിഹരിക്കപ്പെടുന്നില്ല. അവരുടെ ആശങ്ക സമരത്തിലേക്ക് അവർ പ്രത്യക്ഷമായി ഇറങ്ങും മുൻപ് തന്നെ പരിഹരിക്കുക എന്ന് പറയുന്നതാണ് മര്യാദ.